നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏറെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. കഞ്ചാവ് കടത്താൻ ശ്രമിച്ച കേസിൽ സിംഗപ്പൂരിൽ ഇന്ത്യൻ വംശജനെ തൂക്കിലേറ്റിയിരിക്കുകയാണ്. 1 കിലോ കഞ്ചാവ് കടത്താൻ ശ്രമിച്ചതിന് 46-കാരനായ തങ്കരാജു സുപ്പയ്യയെ ബുധനാഴ്ചയാണ്, അതായത് ഇന്നാണ് സിംഗപ്പൂർ തൂക്കിലേറ്റിയത്. 2014 സുപ്പയ്യ അറസ്റ്റിലാവുന്നത്. കഞ്ചാവ് കടത്തിന്റെ ഗൂഢാലോചനയിൽ തങ്കരാജുവിന് പങ്കുണ്ടെന്നായിരുന്നു അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സിംഗപ്പൂർ നിയമപ്രകാരം വധശിക്ഷ ലഭിക്കാവുന്ന കഞ്ചാവിന്റെ അളവിൽ 2 മടങ്ങായിരുന്നു തങ്കരാജു ഉൾപ്പെട്ട കേസിൽ കണ്ടെത്തിയിരുന്നത്. 2018 ഇയാൾക്ക് വധശിക്ഷ വിധിക്കുകയും ചെയ്തു. എന്നാൽ UN മനുഷ്യാവകാശ സംഘടനയും വിവിധ രാജ്യങ്ങളും സംഘടനകളും വധശിക്ഷ നടപ്പാക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിനെയെല്ലാം പിന്തള്ളിക്കൊണ്ടാണ് ബുധനാഴ്ച, അതായത് ഇന്ന്, ചാങ്കി ജയിൽ കോംപ്ലക്സിൽ വധശിക്ഷ നടപ്പാക്കിയിരിക്കുന്നതെന്ന് സിംഗപ്പൂർ പ്രിസൺ സർവീസ് വക്താവ് AFPയോട് പറഞ്ഞു. ബ്രിട്ടീഷ് ശതകോടീശ്വരൻ റിച്ചർഡ് ബ്രാൻസൺ അടക്കം അനേകം പേരാണ് സുപ്പയ്യയുടെ വധശിക്ഷയെ എതിർത്തിരുന്നത്. അതുപോലെ യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങളായ നോർവേ, സ്വിറ്റ്സർലൻഡും ചേർന്ന് സുപ്പയ്യയുടെ വധശിക്ഷ നിർത്തലാക്കണമെന്നും ശിക്ഷാവിധി ഇളവ് ചെയ്യണമെന്നും സിംഗപ്പൂർ അധികൃതരോട് ആവശ്യപ്പെട്ടിരുന്നതുമാണ്. ഇതുമായി ബന്ധപ്പെട്ട് തിങ്കളാഴ്ച ഒരു പ്രസ്താവനയും ഇറക്കിയിരുന്നു. എന്നാൽ അതൊന്നും തന്നെ സിംഗപ്പൂർ അധികൃതർ കൈക്കൊണ്ടിരുന്നില്ല. സിംഗപ്പൂർ ആഭ്യന്തര മന്ത്രാലയം പറഞ്ഞത് വധശിക്ഷ എന്നത് രാജ്യത്തിന്റെ നീതിന്യായ വ്യവസ്ഥയിൽ അനിവാര്യമായ ഘടകമാണ് എന്നായിരുന്നു. ബ്രാൻസൺ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെട്ടതിനെയും നീതിന്യായ കാര്യങ്ങളിൽ അഭിപ്രായം പറഞ്ഞതിനെയും മന്ത്രാലയം വിമർശിച്ചു. മയക്കുമരുന്ന് കടത്തിന് വധശിക്ഷ എന്ന നയം സിംഗപ്പൂർ തുടരാൻ കാരണം ജനങ്ങളുടെ താൽപര്യമാണെന്നും കഴിഞ്ഞ സെപ്റ്റംബറിൽ നിയമ ആഭ്യന്തരമന്ത്രി K. ഷൺമുഖം പറഞ്ഞിരുന്നു. ഇവിടെ 87% പേരും വധശിക്ഷയെ അനുകൂലിക്കുന്നു എന്നും ഷൺമുഖം പറഞ്ഞു. നേരത്തെ വധശിക്ഷയിൽ ഇളവ് തേടി തങ്കരാജുവിന്റെ കുടുംബം ദയാഹർജി സമർപ്പിച്ചിരുന്നു. കേസിൽ വീണ്ടും വിചാരണ നടത്തണമെന്നും കുടുംബം അഭ്യർത്ഥിച്ചിരുന്നു. കഴിഞ്ഞ വർഷം മാർച്ച് മുതലാണ് സിംഗപ്പൂർ വധശിക്ഷ നടപ്പിലാക്കുന്നത് പുനരാരംഭിച്ചത്. 6 മാസം മുൻപും ഒരാളെ തൂക്കിലേറ്റിയിരുന്നു. അതേസമയം മലേഷ്യയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് 26 നായ്ക്കുട്ടികളെയും പൂച്ചയെയും ലോണ്ടറി ബാഗിൽ കടത്തിയ ഇന്ത്യൻ വംശജനായ 36-കാരന് തടവ് ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. ഗോപി സുവരൻ പരമൻ ശിവൻ എന്നയാൾക്കാണ് മലേഷ്യയിൽ 12 മാസം തടവ് ശിക്ഷ വിധിച്ചിരിക്കുന്നതെന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. 2022 ഒക്ടോബർ 18 മലേഷ്യയിൽ നിന്ന് 26 നായ്ക്കുട്ടികളെയും ഒരു പൂച്ചയെയുമാണ് ലോണ്ടറി ബാഗിൽ ഇയാൾ കടത്തിയത്. ഇതുവരെ പിടിക്കപ്പെട്ട മൃഗക്കടത്തുകളിൽ ഏറ്റവും ഗുരുതരമായ കേസുകളിലൊന്ന് എന്നാണ് നാഷണൽ പാർക്ക് ബോർഡ് ഈ മൃഗക്കടത്തിനെ വിശേഷിപ്പിച്ചത്. ഒരു നായ്ക്കുട്ടിയെ ചത്ത നിലയിൽ കണ്ടെത്തുകയും ചെയ്തുവത്രേ. 18 നായ്ക്കുട്ടികൾ പർവോ വൈറസ് അണുബാധ മൂലം മരിച്ചതായും റിപ്പോർട്ടുണ്ട്. ലൈസൻസ് ഇല്ലാതെ വളർത്തു മൃഗങ്ങളെ അനധികൃതമായി ഇറക്കുമതി ചെയ്യുകയും മൃഗങ്ങൾക്ക് അനാവശ്യമായ വേദനയും കഷ്ടപ്പാടും ഉണ്ടാക്കുകയും ചെയ്തതിനാണ് തടവ് ശിക്ഷ വിധിച്ചത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.